എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ചിങ്ങം 1. നമ്മളിന്ന് വന്നിരിക്കുന്നത് കോന്നിയിലുള്ള മുത്തൂറ്റ് ഹോണ്ടയിലാണ്. ഇപ്പോൾ ഹോണ്ട വണ്ടികളുടെ ഓണം ഓഫർ എന്തൊക്കെയാണ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ വർഷത്തെ 2025 വർഷത്തെ ഓണം ഓഫറുകൾ എന്നൊക്കെ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പോൾ ഈ തവണത്തെ ഓണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കുറേ അധികം നമുക്ക്, അതായത് വണ്ടി വാങ്ങാൻ പോകുന്നവർക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുന്ന ഓഫറുകൾ മുത്തൂറ്റ് ഹോണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് വണ്ടികളെ പരിചയപ്പെടണം. വണ്ടികളെ പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് 2024 ഓണ സമയത്ത് നിന്നും 2025 ഓണ സമയം ആയപ്പോഴത്തേന് ഹോണ്ടയുടെ വണ്ടികൾ എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. പഴയമുള്ള മോഡൽ ഒന്നുമല്ല ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്നത്. എല്ലാം ഏറ്റവും പുതിയ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടുള്ള വണ്ടികളാണ് 2025 ഓണം ആയപ്പോഴത്തേന് നമ്മുടെ കയ്യിൽ ഹോണ്ട തന്നേക്കുന്നത്. അത് കൂടാതെ നമുക്ക് ഒരു പുതിയ ബൈക്ക് കൂടെ 120cc ഒരു പുതിയ ബൈക്ക് കൂടെ ഹോണ്ട നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ആക്കിയിട്ടുണ്ട്. അതിന് പേര് പറയുന്നത് CB Hornet 125 ആണ്. അത് കുറച്ചുകൂടെ യൂത്ത് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം ഇറക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടി നിലവിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ഓണത്തിന്റെ പകുതിയൊക്കെ ആകുമ്പോഴത്തേന് നമ്മുടെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വരും. അതിന്റെയും വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിലുള്ളത് 4 സ്കൂട്ടർ മോഡലുകളാണ്. അതിൽ ആക്ടിവ 125, ഡിയോ 125 ഉണ്ട്, അതേപോലെ ഡിയോ 110 ഉണ്ട്, ആക്ടിവ 110 ഉണ്ട്. ഇനി നമ്മൾ ബൈക്കിന്റെ സെഗ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ 9 ബൈക്കുകളാണ് നിലവിൽ നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഷൈൻ 100 തൊട്ട്, അതായത് ഒരു 100cc വണ്ടി തൊട്ട് 200cc വണ്ടി വരെ നമ്മുടെ കാറ്റഗറിയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഏതൊക്കെ വണ്ടികളാണെന്ന് ഞാൻ പറയാം. അതുകൂടാതെ നമുക്ക് കിട്ടിയിരുന്ന ഓഫറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഓഫറാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ടി ഓഫർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു ഓണത്തിന്റെ ഒരു പ്രത്യേകത. നിങ്ങൾക്ക് ക്യാഷ് ഡിസ്കൗണ്ട് വേണോ അങ്ങനെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്സസറീസ് ആയിട്ടുള്ള ഓഫർ വേണോ അങ്ങനെ തിരഞ്ഞെടുക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ടാങ്ക് പെട്രോളോ 2 ഹെൽമെറ്റോ അങ്ങനെയൊക്കെ തരംതിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലുള്ള ഓഫേഴ്സ് അല്ലായിരിക്കും ഇഷ്ടമായിട്ട് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഏത് ഓഫറാണ് നമുക്ക് വേണ്ടത് അത് നമുക്ക് തിരഞ്ഞെടുക്കാം. അപ് ടു 5000 രൂപ വരെയുള്ള ഓഫറാണ് നമുക്ക് ആക്ടിവ 125ഉം ഡിയോ 125ഉം ഇപ്പോൾ എടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത്. ഈ 2 വണ്ടികളുടെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ആക്ടിവ 125 എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ് ആക്ടിവ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ 125cc കാറ്റഗറിയിൽ പുതിയൊരു ഡിസൈനിലും എലമെന്റിലും ഒക്കെ ഒരുപാട് മാറ്റം വരുത്തിയാണ് വണ്ടി കൊണ്ടുവന്നത്. നമ്മുടെ മുന്നിൽ ഇരിക്കുന്നതാണ് നമുക്ക് ആക്ടിവ 125 എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് ഇപ്പോൾ TFT ഡിസ്പ്ലേ അടക്കം, മൊബൈൽ ചാർജ്, USB-C പോർട്ട് അടക്കം എല്ലാ കാര്യങ്ങളും വണ്ടിയിൽ ഉൾപ്പെടുത്തിയാണ് വന്നിരിക്കുന്നത്. നമുക്കിതിന് 2 മോഡലാണ് വരുന്നത്. ആക്ടിവ 125 H സ്മാർട്ടും അതുപോലെ ഈ ഒരു ഡിസ്ക് വേരിയന്റുമാണ് വരുന്നത്. ഇതിന്റെ H സ്മാർട്ട് മോഡലിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അടക്കം, നാവിഗേഷന്, കോൾസ്, SMS അലേർട്ട് അടക്കമുള്ള എല്ലാ നൂതനമായിട്ടുള്ള ടെക്നോളജിയും ഇപ്പോൾ ഹോണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ആക്ടിവ 125ന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആക്ടിവ 125ന് ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഫുൾ ഫിറ്റിംഗ്സോട് അടക്കം 1,25,000 തൊട്ട് 1,29,000 രൂപ വരെയാണ് ഒരു ഫുൾ ഫിറ്റിംഗ്സിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്നത്. ഇത് കൂടാതെ ഇതിന്റെ ഓഫർ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഓഫർ ആഡ് ചെയ്ത പ്രൈസ് കൂടെ അപ്പം വരും. അപ്പോൾ ഞാൻ ഈ താഴെ തരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഓഫറോടെ കുറച്ചിട്ടുള്ള കറക്റ്റ് എമൗണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഓഫർ വേണ്ടത് അതുപോലെ കുറച്ചിട്ടുള്ള എമൗണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഒരു ഓൺ റോഡ് പ്രൈസ് പറയുന്നത് 1,25,000 തൊട്ട് 1,29,000 വരെയാണ് ആക്ടിവ 125 വരുന്ന ഓൺ റോഡ് പ്രൈസ്. പിന്നെ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് 4 വർഷം വരെയുള്ള EMI കാര്യങ്ങളൊക്കെ സൗകര്യമുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ കയ്യിൽ പഴയ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓഫറും ഇപ്പോൾ നിലവിൽ ഈ ഓണത്തിന്റെ ഭാഗമായിട്ട് മുത്തൂറ്റ് ഹോണ്ടയിൽ അവൈലബിൾ ആണ്. അടുത്ത വാഹനം ഡിയോ 125 ആണ്. ഇതിനും നമുക്ക് നിലവിൽ ഓഫർ ഉണ്ട്. 5000 രൂപ വരെയുള്ള ക്യാഷ് ബെനിഫിറ്റ് ഉണ്ട്. ആക്സസറീസ് ഓഫറും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതും നമുക്ക് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റിലും അതുപോലെ 4 വർഷം വരെയുള്ള EMI നമുക്ക് വണ്ടി ഇറക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത് 1,23,000 തൊട്ട് H സ്മാർട്ട് മോഡലിന് 1,27,000 വരെ നമുക്കിപ്പോൾ ഓൺ റോഡിൽ ഇറക്കാവുന്നതാണ്. ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് നമുക്ക് ഓഫറും കാര്യങ്ങളെല്ലാം ഇപ്പോൾ വരുന്നതുമാണ്. ഇനി നിങ്ങൾ ഡിയോ 110 ആണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് 3 വേരിയന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റാൻഡേർഡ്, ഡീലക്സ്, H സ്മാർട്ട് മോഡൽ. അപ്പോൾ ഈ 3 മോഡലിന്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 1,05,000 തൊട്ട് 1,20,000 രൂപ വരെയാണ് ഇതിന്റെ മോഡലിന്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് വണ്ടി ഓൺ റോഡ് ഇറക്കാവുന്നതാണ്. കൂടാതെ ഞാൻ പറഞ്ഞ ഈ ഓഫേഴ്സ് എല്ലാം ഇതിനുണ്ട്. ഏകദേശം 4,000 രൂപ വരെയുള്ള ക്യാഷ് ബെനിഫിറ്റ് ആണ് നമുക്ക് ഈ വണ്ടികൾക്കും ഓഫറായിട്ട് വരുന്നത്. എല്ലാ വണ്ടികളും ഇപ്പോൾ റെഡി അവൈലബിൾ ആണ്. ഓണത്തിനായിട്ടുള്ള എല്ലാ വണ്ടികളും നമ്മൾ സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട്. എല്ലാ വണ്ടിയും നമുക്ക് റെഡി അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് വരുന്ന ഓഫർ ഞാൻ ഈ പറഞ്ഞ പോലെ 4,000 രൂപ വരെയുള്ള ക്യാഷ് ഡിസ്കൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്സസറീസ് ഓഫർ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ആക്ടിവ 110ന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 വേരിയന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ്, DLX, H സ്മാർട്ട്. ഇതിന്റെ H സ്മാർട്ട് മോഡലിലാണ് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അടക്കം നമുക്ക് നാവിഗേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന മോഡൽ. അതിൽ കോൾസ്, SMS അലേർട്ട്, വെതർ അപ്ഡേറ്റ് അങ്ങനെ കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഒരു ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് 1,08,000 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് 1,26,000 രൂപ വരെയുള്ള മോഡലാണ് നമ്മുടെ ഉള്ളത്. ഇതിനും ഞാൻ ഈ പറഞ്ഞ ഓഫേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്.
ഏകദേശം 4000 രൂപ വരെയുള്ള ക്യാഷ് ബെനിഫിറ്റ്സ് അത് നിങ്ങൾക്ക് ആക്സസറീസ് ഓഫറായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. കൂടാതെ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ 4 വർഷം വരെ EMI ഉള്ള സ്കീമിൽ നമുക്ക് ഈ വണ്ടി ഇപ്പോൾ ഓൺ റോഡ് ഇറക്കാവുന്നതാണ്. അപ്പോൾ ഈ ബൈക്കിന്റെ സെഗ്മെന്റ് ആണ്. ബൈക്കിന്റെ സെഗ്മെന്റ് നോക്കി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ 9 ബൈക്കുകളാണ് നമുക്കുള്ളത്. അതിൽ ഏറ്റവും കുറഞ്ഞ CC ഉള്ള ബൈക്ക് 100 CC ആണ്, ഷൈൻ 100 ആണ്. ഇതിന് നമുക്ക് വരുന്നത് 2 മോഡലാണ്. അതായത് ഇതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന ഷൈൻ 100 നോർമൽ മോഡലും ഇപ്പോൾ നിലവിൽ ഈ ഓണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ ഷൈൻ 100 DX എന്ന് പറഞ്ഞ മോഡലുണ്ട്. ഈ 2 മോഡലാണ് നിലവിലുള്ളത്. അപ്പോൾ ഷൈൻ 100നെ അപേക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കുറച്ചധികം അപ്ഡേഷനോട്ട് വന്നതാണ് DX എന്ന് പറഞ്ഞ മോഡൽ. അതിന്റെ ഒരു പ്രൈസിംഗ് സ്റ്റാർട്ടിംഗ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ 1 ലക്ഷത്തിൽ താഴെ ഓർഡർ പ്രൈസ് വരുന്ന വാഹനമാണ് ഷൈൻ 100 എന്ന് പറയുന്നത്. ഏകദേശം 87,000 തൊട്ട് 97,000 രൂപ വരെയാണ് ഇപ്പോൾ നിലവിലുള്ള മോഡലിന് ഓൺ പ്രൈസ് വരുന്നത്. അത് കൂടാതെ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ 2,500 രൂപയുടെ ആക്സസറീസ് ഓഫർ നമുക്ക് ഈ ഒരു വണ്ടിക്ക് ലഭിക്കുന്നതാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ബൈക്കിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു വണ്ടി ഇത് പറയുന്നത് CB 125 ഹോർണറ്റ് എന്നാണ്. അതായത് 125cc കാറ്റഗറിയിൽ ഒരുപാട് യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഇറക്കിയൊരു വാഹനമാണ് CB ഹോർണറ്റ് എന്ന് പറയുന്നത്, 125 എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിലവിൽ ഒരു 125cc കാറ്റഗറിയിൽ ഹോണ്ടയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പോർട്ടി അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള വാഹനമില്ലായിരുന്നു. വളരെ നിങ്ങൾ ഈ കാണുന്ന പോലെ ഇതാണ് ആ വാഹനം. നല്ല മനോഹരമായിട്ടുള്ള പുതിയ ഗ്രാഫിക്സും കളർ സ്കീമിലുമാണ് ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ബുക്കിംഗ് കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലോഡ് വന്ന ഉടനെ നമുക്ക് ബില്ലിങ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 125cc കാറ്റഗറിയിൽ ആദ്യമായിട്ട് ഒരു ഗോൾഡൻ കളർ USD ഫോർക്കും കാര്യങ്ങളെല്ലാം വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് സിംഗിൾ ചാനൽ ABS വിത്ത് ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതും കൂടാതെ നമുക്ക് ഓൾ LED സിസ്റ്റമാണ് ഈ വണ്ടിയിൽ വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് ഈ വണ്ടിക്ക് ഒരു TFT ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ആ ഒരു TFT ഡിസ്പ്ലേയിൽ ഞാൻ ഈ പറഞ്ഞ മറ്റുള്ള വാഹനങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അതുകൂടാതെ നമുക്ക് 10x10 നാവിഗേഷന്, കോൾസ് ആൻഡ് SMS അലേർട്ടും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. വെതർ അപ്ഡേറ്റ് അറിയാവുന്നതാണ്. പിന്നെ USB-C പോർട്ട്, ചാർജിംഗ് പോർട്ട് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ആകർഷകമായ കളർ സ്കീമിലും ഈ ഒരു വണ്ടി നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. 4 കളർ വേരിയന്റും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ഈ കാണുന്ന പോലെയാണ് അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. ഒരു ഓൾ LED സിസ്റ്റം, അതായത് ഹെഡ്ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അട്രാക്റ്റീവ് അല്ലെങ്കിൽ ഒരു ആകർഷകമായിട്ടുള്ള ലുക്ക് അല്ലെങ്കിൽ നമുക്കൊരു അഗ്രസീവ് ആയിട്ടുള്ള ലുക്ക് വരുന്ന ഒരു ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഹോണ്ട ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു പ്രൈസ് വരുന്നത് ഏകദേശം 1,40,000 തൊട്ട് 1,45,000 രൂപ വരെയാണ് അതിന്റെ ഒരു ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഓഫറിൽ നമുക്ക് സ്വന്തമാക്കാവുന്നതാണ്. വണ്ടി വന്ന ഉടനെ നമുക്ക് ഈ ഒരു ഓഫറും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുകൂടാതെ ഈ ഒരു വണ്ടിക്ക് നമുക്ക് മോണോഷോക്ക് ആണ് വരുന്നത്. അതുകൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള കീ ഇതിന്റെ വരുന്നത് ടാങ്കിന്റെ ഫ്രണ്ടിൽ തന്നെയാണ്. അതൊരു പ്രീമിയം ഫീച്ചറാണ്. നമുക്ക് ഹാൻഡിൽ സൈഡിൽ നിന്ന് മാറിയ ടാങ്കിൽ തന്നെയാണ് ഇതിന്റെ ഇഗ്നിഷനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നുണ്ട്. അടുത്തൊരു വാഹനം 110cc കാറ്റഗറിയിൽ വരുന്നത് ഹോണ്ട ലിവോ ആണ്. ഇതിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം 1,12,000 തൊട്ട് 1,14,000 രൂപ വരെയാണ്. ഇതിന് നമുക്ക് 2,500 രൂപ വരെയുള്ള ആക്സസറീസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന, അതായത് നല്ലൊരു മൈലേജ് കിട്ടുന്ന ഒരു പ്രീമിയം കാറ്റഗറി പോകുന്ന ഒരു വണ്ടിയാണ്. 110cc കാറ്റഗറി വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം 125cc കാറ്റഗറിയുടെ ഒരു നല്ല ബൈക്ക്, ഒരു പ്രീമിയം ക്വാളിറ്റി വരുന്ന ഒരു സ്പോർട്ടി ബൈക്ക് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരു സ്പോർട്ടി ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ ഫാമിലി ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വാഹനമാണ് SP 125 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് കുറെ അധികം ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ TFT ഡിസ്പ്ലേയും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിയിലും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ LED ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ ഡിസൈനിൽ പഴയ വണ്ടിയെക്കാട്ട് ചെറിയൊരു മാറ്റമൊക്കെ വരുത്തിയിട്ടാണ് 2025 മോഡൽ ഹോണ്ട ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഇതിന്റെ ഇത് നോക്കി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ 2,500 രൂപ വരെയുള്ള ആക്സസറീസ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാവുന്നതാണ്. അതുകൂടാതെ നമുക്ക് 4 വർഷം വരെ EMI നമുക്ക് ഇടാവുന്നതാണ്. ഇതിന്റെ ഒരു ഓർഡർ പ്രൈസ് വരുന്നത് ഏകദേശം 1,25,000 രൂപയാണ് ഇതിന്റെ ഒരു ഓർഡർ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് കൂടാതെ ഞാൻ ഈ പറഞ്ഞ ഓഫേഴ്സിന്റെ കാര്യങ്ങൾ ഇതിന് ഇൻക്ലൂഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് SP 125. അപ്പോൾ നമ്മുടെ മുന്നിൽ ഈ ഇരിക്കുന്നതാണ് യൂണിക്കോൺ എന്ന് പറയുന്നത്. ഇതൊരു ലെജൻഡറി ആയിട്ടൊരു ബൈക്കാണ്, അതുപോലെ ക്ലാസിക് ബൈക്കാണ്. 2025 മോഡൽ വന്നപ്പോൾ ഒരുപാട് അപ്ഡേഷനും കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് LED ഹെഡ്ലൈറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് പഴയ അനലോഗ് മീറ്റർ മാറ്റി ഇപ്പോൾ നമുക്ക് ഡിജിറ്റൽ മീറ്റർ ആക്കിയിട്ടുണ്ട്. ഈ ഒരു മീറ്ററിൽ തന്നെ നമുക്ക് റിയൽ ടൈം മൈലേജ്, ആവറേജ് മൈലേജ് ഒക്കെ അറിയാവുന്ന രീതിയിലാണ് ഹോണ്ട ഈ ഒരു വണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ 150cc കാറ്റഗറിയിൽ നിന്ന് 160cc കാറ്റഗറിയിലോട്ട് BS6 വന്നപ്പോൾ തന്നെ ഹോണ്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് 1,55,000 രൂപയാണ്. അതിന്റെ കൂടെ നമ്മൾ ഈ ഓണത്തിന്റെ ഓഫറായിട്ടുള്ള 2,500 രൂപയുടെ ഫ്രീ ആക്സസറീസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. കൂടാതെ നമുക്ക് കുറഞ്ഞൊരു ഡൗൺ പേയ്മെന്റിൽ 4 വർഷം വരെയുള്ള EMI നമുക്ക് ഈ ഒരു വണ്ടി ഓൺ റോഡ് ഇറക്കാവുന്നതാണ്. അതുകൂടാതെ 120cc കാറ്റഗറി ഒരു ബൈക്ക് കൂടെ നമുക്കുണ്ട്. ഹോണ്ടയുടെ SP 160 എന്നാണ് അതിന്റെ പേര് പറയുന്നത്. ഈ സെയിം എഞ്ചിൻ വെച്ചിട്ട് ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സ്, ഞാൻ ഈ പറഞ്ഞ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിലും ഡ്യുവൽ ഡിസ്ക് ബ്രേക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് SP 160 നമുക്കത് സജസ്റ്റ് ചെയ്യാവുന്നതാണ്.
നമുക്ക് അതിനൊരു ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,65,000 രൂപയ്ക്കകത്താണ്. ഈ പറഞ്ഞ 2,500 രൂപ വരെയുള്ള ആക്സസറീസ് ഓഫർ നമുക്ക് ആ ഒരു വണ്ടിക്ക് നമുക്ക് നിലവിൽ കിട്ടുന്നതാണ്. അടുത്ത കാറ്റഗറി വണ്ടി എന്ന് പറഞ്ഞാൽ 125cc കാറ്റഗറിയിൽ ഹോണ്ടയ്ക്ക് ഏറ്റവും കൂടുതൽ സെയിലും കാര്യങ്ങളൊക്കെ നേടിക്കൊടുത്ത ഒരു ക്ലാസിക് വാഹനം, യൂണിക്കോൺ എന്ന് പറഞ്ഞ പോലെ തന്നെ വളരെ ക്ലാസിക് ആയിട്ടൊരു വാഹനമാണ് ഷൈൻ എന്ന് പറയുന്നത്. അത്രയ്ക്ക് ആൾക്കാരുടെ ഇടയിൽ ജനപ്രീതി നേടിയ മോഡലോടാണ് നമ്മുടെ ഈ ഷൈൻ 125 എന്ന് പറയുന്നത്. അതിന്റെ ഒരു അപ്ഡേറ്റ് വേർഷനാണ്. അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് 4 സ്പീഡ് ഗിയർ ബോക്സിൽ നിന്ന് ഇപ്പോൾ 5 സ്പീഡ് ഗിയർ ബോക്സ് വന്നിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്ക് റിയൽ ടൈം മൈലേജ്, ആവറേജ് മൈലേജ് പോലുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതാണ്. ആ ഒരു മോഡലാണ് നമ്മുടെ പുതിയൊരു ഷൈൻ 125 2025 മോഡൽ വന്നപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിന് ഏകദേശം 1,18,000 രൂപ വരെയാണ് ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇൻക്ലൂഡ് ഞാനിപ്പോൾ ഓണത്തിന് ഓഫർ ആയിട്ടുള്ള 2,500 രൂപ ഫ്രീ ആക്സസറീസ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഏറ്റവും കുറഞ്ഞ ലോ ഡൗൺ പേയ്മെന്റിൽ 4 വർഷം വരെയുള്ള EMI നമുക്ക് ഈ ഒരു വണ്ടി ഇപ്പോൾ സ്വന്തമാക്കാവുന്നതാണ്. ുള്ളത് 2 ബൈക്കുകളാണ്. 200cc കാറ്റഗറിയിലുള്ള ഹോർണറ്റും NX200. NX200 ആയിരുന്നു നോക്കി കഴിഞ്ഞാൽ ഒരു ടൂറർ ബൈക്കാണ്. ഹോർണറ്റ് എന്ന് പറയുന്നത് ഒരു സ്പോർട്ടി കാറ്റഗറിയിൽ പെടുന്ന ബൈക്കാണ്. ഈ NX200 എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന CB200X എന്ന് പറഞ്ഞ മോഡൽ അപ്ഡേറ്റ് ചെയ്ത് വന്ന മോഡലാണ് NX200 എന്ന് പറയുന്നത്. ഈ 2 മോഡലിൽ നമുക്കിപ്പോൾ നിലവിൽ TFT ഡിസ്പ്ലേ അടക്കം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. കൂടാതെ നാവിഗേഷൻ ചെയ്യാൻ പറ്റും, കോൾസ് ആൻഡ് SMS അലർട്ട് കിട്ടും, നമുക്ക് വെതർ അപ്ഡേറ്റ് കിട്ടും, അങ്ങനെയുള്ള എല്ലാ അപ്ഡേഷനും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്കൊരു ഗോൾഡൻ കളർ USB ഫോർക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള 2 ബൈക്കുകളാണ് ഈ 2 കാറ്റഗറിയിൽ പെടുന്നത്. ഇതിന്റെ പ്രൈസിംഗ് കാര്യം നോക്കി കഴിഞ്ഞാൽ ഹോർണറ്റിൽ വരുന്നത് ഏകദേശം 1,98,800 രൂപ വരെ നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്നതാണ്. അതേ കുറഞ്ഞൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് 4 വർഷം വരെ EMI ഇടാം, അല്ലെങ്കിൽ 5 വർഷം വരെ നമുക്ക് ബൈക്കിന് EMI ഇടാൻ പറ്റുന്നതാണ്. NX200 ആയിരുന്നു നോക്കി കഴിഞ്ഞാൽ 2,12,000 രൂപ വരെയാണ് അതിന്റെ ഒരു ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൂടാതെ ഞാൻ ഈ പറഞ്ഞ പോലുള്ള ആക്സസറീസ് ഓഫറും കാര്യങ്ങളും ഈ 2 മോഡലിലും കിട്ടുന്നതാണ്. കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ 4 വർഷം അല്ലെങ്കിൽ 5 വർഷം വരെയുള്ള EMI നമുക്ക് ഈ 2 വണ്ടികൾ ഇറക്കാവുന്നതാണ്. നമുക്ക് എടുക്കാൻ പറ്റതിൽ അഡ്വഞ്ചർ, അതായത് നമുക്ക് ലോങ് ടൂർ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ഒക്കെ പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് NX200 എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കൊരു സിറ്റി ട്രാഫിക്കിൽ ഒരു സ്പോർട്ടി ബൈക്കാണ് താല്പര്യമെങ്കിൽ നമുക്ക് ഹോർണറ്റ് എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞതാണ് ഓണത്തിന്റെ ഹോണ്ടയുടെ ഓഫറും കാര്യങ്ങളൊക്കെ. പത്തനംതിട്ട ജില്ലയിൽ നമുക്ക് ഏത് ഷോറൂമിൽ, മുത്തൂറ്റ് ഹോണ്ടയുടെ ഏത് ഷോറൂമിൽ പോയാലും ഞാൻ ഈ പറഞ്ഞ ഓഫറും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോന്നി മുത്തൂറ്റ് ഹോണ്ടയിലാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി നമുക്ക് തന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. ഈ ഓഫറുകളൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓഫറുകൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഏതാണോ ഓഫർ വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ നമുക്ക് 5,000 രൂപ വരെയുള്ള ക്യാഷ് ഡിസ്കൗണ്ട് നേടാം, അതല്ലെങ്കിൽ നമുക്ക് ആക്സസറീസ് ഓഫർ നേടാം. ഇന്ന് ഇത്രയും ഓഫറും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത് കോന്നിലെ മുത്തൂറ്റ് ഹോണ്ടയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് നമ്പർ അല്ലെങ്കിൽ ഇവിടുത്തെ നമ്പറിൽ താഴെ കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചറിയാം. എല്ലാ വണ്ടിയുടെ വിലയും കാര്യങ്ങളും എല്ലാം ഓഫറും കാര്യങ്ങളെല്ലാം ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. കൂടാതെ നമുക്ക് ഇനി ഒന്നുകൂടെ പറയാൻ ഓഫർ എന്തൊക്കെയാണെന്ന്. ഒന്നെങ്കിൽ നമുക്ക് 5,000 രൂപ വരെ ക്യാഷ് ഡിസ്കൗണ്ട് നേടാം, അല്ലെങ്കിൽ ആക്സസറീസ് ഓഫർ നേടാം. നിങ്ങൾക്ക് ഏത് ഓഫറാണോ വേണ്ടത് അത് നിങ്ങൾക്ക് സ്വന്തമാക്കാം എന്നുള്ളതാണ് 2025 ഓണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ നിൽക്കാൻ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിനും വരെ ബൈ.